എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലെ ഒരുപാട് ക്രൂശിതമായ കൂരമ്പുകൾ ഏറ്റുവാങ്ങി ഒരു പ്രത്യയ ശാസ്ത്രമാണ്. ഒരുപാട് ശത്രുക്കൾ അവിടുന്ന് ഇസ്ലാമിന് ആവിർഭാവ കാലഘട്ടം മുതൽ തന്നെ ഇസ്ലാമിനെതിരെ പറഞ്ഞില്ലേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഭ്രാന്തനെന്ന് വിളിച്ചില്ലേ. അല്ലാഹുവിന്റെ ഹബീബിനെ എന്തെല്ലാം പേര് പറഞ്ഞ് കളിയാക്കിയില്ലേ. മുസ്ലിമായി പിറന്നതിന്റെ പേരില്, താടി വെച്ചതിന്റെ പേരില്, തലപ്പാവ് വെച്ചതിന്റെ പേരില്, നിസ്കാരമുള്ളതിന്റെ പേരില്, വിശ്വാസം ഹൃദയത്തിലോട്ട് ചേർത്ത് വെച്ചതിന്റെ പേരില്, തൗഹീദിന് വേണ്ടി ഉറച്ചു നിൽക്കുന്നതിന്റെ പേരില്, എന്തിനു വേണ്ടിയാണ് ഞാൻ ഇന്നിവിടെ ഈ ഒരു വിഷയം പറയുന്നതെന്നറിയോ? അല്ലാഹുവിന്റെ ദീനിൽ നിൽക്കുന്നതിന്റെ പേരില് അഭിമാനമാണ് പ്രിയപ്പെട്ട സഹോദരാ. ഈ കേരളത്തിൽ മുഴുവനും എന്നല്ല, ലോകം മുഴുവനും അവിടുന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന മുസ്ലിമീങ്ങൾക്കെതിരെയുള്ളൊരു ചാപ്പകുത്ത്. എന്ത് ചാപ്പ എന്നറിയോ? സുഡാപ്പി എന്ന് പറയുന്നൊരു ചാപ്പ ലോകത്തുള്ള മുസ്ലിമീങ്ങൾക്ക് മുഴുവനും, പ്രത്യേകിച്ച് ഇന്ത്യയിലെ മുസ്ലിമീങ്ങളിലെ കേരളത്തിലുള്ളവർക്ക് അവിടുന്ന് ചാർത്തി കൊടുക്കുന്നു. ലോകത്തുള്ള മുസ്ലിമീങ്ങളെല്ലാം സുഡാപ്പികളാ. അല്ലാഹുവിന്റെ ദീൻ നെഞ്ചിലേറ്റിയവർ സുഡാപ്പികളാ. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ ദീനിൽ ഉറച്ചു നിൽക്കുന്നതിന്റെ പേരിലാണ് നിങ്ങൾ സുഡാപ്പി എന്ന് വിളിക്കുന്നതെങ്കിൽ, മുസ്ലിമായ വക്കീലിനെ നിങ്ങൾ സുഡാപ്പി വക്കീലെന്ന് വിളിക്കുമ്പോ, മുസ്ലിമായ ആക്ടറെ നിങ്ങൾ സുഡാപ്പി ആക്ടർ എന്ന് വിളിക്കുമ്പോ, മുസ്ലിമായ ഡോക്ടറെ നിങ്ങൾ സുഡാപ്പി ഡോക്ടർ എന്ന് വിളിക്കുമ്പോ, മുസ്ലിമായതിന്റെ പേരിലല്ലേ, അല്ലാഹുവിന്റെ ദീൻ നെഞ്ചിലേറ്റിയതിന്റെ പേരിലല്ലേ, ഈ പ്രത്യയ ശാസ്ത്രം ഹൃദയത്തോട് ചേർത്ത് വെച്ചതിന്റെ പേരിലാണ് നിങ്ങൾ വിളിക്കുന്നതെങ്കിൽ, ലോകത്തുള്ള കോടാനക്കോടി മുസ്ലിമീങ്ങളെയും നിങ്ങൾ സുഡാപ്പി എന്ന് വിളിക്കുന്നതെങ്കിൽ, നെഞ്ചു വിരിച്ച് പറയുന്നു, ഒരാളും അവിടുന്ന് അതിൽ ശങ്കയില്ലാതെ നെഞ്ചു വിരിച്ചിട്ട് പറയും, നിങ്ങൾ സുഡാപ്പി എന്ന് വിളിക്കണോ? ലോകത്തുള്ള മുസ്ലിമീങ്ങളെ മുഴുവനും നിങ്ങൾ അങ്ങനെ വിളിക്കുന്നെങ്കിൽ വിളിച്ചോ, കാരണം അതിൽ അഭിമാനമാ. ദുൽഹജ്ജ് മാസമല്ലേ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ കടന്നു വരുന്നത്. ഈ ദുൽഹജ്ജ് മാസത്തിൽ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുന്ന് പറഞ്ഞതെന്താ? ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വഅന മിനൽ മുസ്ലിമീൻ. എന്റെ പ്രിയപ്പെട്ട മൊഗ്രാലിലുള്ള ചെറുപ്പക്കാരാ, ആരും മുസ്ലിമായ നമ്മളെ സുഡാപ്പി എന്ന് വിളിച്ചാൽ നമുക്ക് ശങ്ക വേണ്ട. മുസ്ലിമിനെയാണല്ലോ അവിടെ നിന്ന് വിളിക്കപ്പെടുന്നത്. മുസ്ലിമായവരെ മുഴുവനും നിങ്ങൾ സുഡാപ്പി എന്ന് വിളിക്കുന്നെങ്കിൽ ഒരാൾക്കും അവിടെ അതിൽ ശങ്കയില്ല, ലവലേശം ഭയമില്ല, വിഷമമില്ല. നിങ്ങൾ മുസ്ലിമായതിന്റെ പേരിലാണ് സുഡാപ്പി എന്ന് വിളിക്കുന്നതെങ്കിൽ 100 വട്ടം നിങ്ങളെ വിളിക്കുക സുഡാപ്പി എന്നുള്ളത്. ആ വാക്ക് നിങ്ങളുടെ ഹൃദയത്തിൽ അവിടെ നിന്ന് വല്ലാത്ത ഭയമായിരിക്കാം. എന്നാൽ ഞാൻ അവിടെ നിന്ന് പറയട്ടെ, എന്റെ പ്രിയപ്പെട്ട സഹോദരാ, മുസ്ലിമാണെന്ന് ഈ സുഡാപ്പി എന്ന് വിളിക്കുന്നതിന്റെ പേര് ഓരോരുത്തരും അവിടുന്ന് പ്രശസ്തരായ ആക്ടർമാർ ഉൾപ്പെടെ വന്നിട്ട് ഞാൻ കേരള സുഡാപ്പിയാണെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ശക്തമായ രീതിയിൽ പ്രതികരിച്ചു കൊണ്ടിരിക്കുമ്പോ എന്റെ മുസ്ലിമീനോട് എനിക്ക് പറയാനുള്ളത്, പ്രതിബദ്ധതയുള്ള ചെറുപ്പക്കാരോട് എനിക്ക് പറയാനുള്ളത്, വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഒരു വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്താണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹി വഅമില സ്വാലിഹൻ വഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ.
അല്ലാഹുവിന്റെ ഖുർആൻ എന്താ പറഞ്ഞതെന്നറിയോ? വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹി. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിലേക്ക് ഒരാളെ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിലേക്ക് അടുപ്പിക്കാൻ ആരാണ് ചെറുപ്പക്കാരാ നല്ല വർത്തമാനം പറഞ്ഞ് അല്ലാഹുവിന്റെ ദീനിലേക്ക് ജനങ്ങളെ അടുപ്പിച്ചത്? വഅമില സ്വാലിഹാ, സുഹൃതങ്ങളുടെ വസന്തമൊരുക്കിയ ചെറുപ്പക്കാരനാരാ? സുഹൃതങ്ങളുടെ വസന്തമൊരുക്കിയ മുഅ്മിനാരാ? അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ്. എന്നിട്ട് അവൻ അവിടെന്ന് പറഞ്ഞു, വഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ. ഞാൻ നിങ്ങൾ പറഞ്ഞ സുഡാപ്പി എന്ന ചാപ്പകുത്ത പേര് വിളിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിമാണ് എന്നൊരാളവിടെന്ന് പറഞ്ഞാൽ അല്ലാഹുവിന് അതിലും വലിയ ഇഷ്ടപ്പെട്ട ഒരു വാക്കില്ല, ഒരു പ്രവൃത്തിയില്ല. അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരാ, ആര് ഇസ്ലാമിനെ കരിവേരിത്തേക്കാൻ വേണ്ടിയിട്ട് കച്ചകെട്ടി ഇറങ്ങിയാലും ആര് ആക്ഷേപിച്ചാലും ഇതിനേക്കാളും ആയിരക്കണക്കിന് ആക്ഷേപങ്ങൾ കേട്ട് ആയിരക്കണക്കിന് ശത്രുക്കളെ കണ്ട് ആ ശത്രുക്കളുടെ ക്രൂശിതമായ കൂരമ്പുകൾ കണ്ടിട്ട് അല്ലാഹുവിന്റെ റസൂല് ഭയന്നിട്ടില്ല, സ്വഹാബത്ത് ഭയന്നിട്ടില്ല. അറ്റുപോകുമെന്ന രീതിയിൽ, ചിറകറ്റ് പോകുമെന്ന രീതിയിൽ നിന്നിട്ട് പറന്നു പോകുന്ന ഫിനിഷ് പക്ഷിയെ പോലെ ഇസ്ലാം അവിടുന്ന് പറന്നുയർന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മരണം വരെയും ഞങ്ങളെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണേ അല്ലാഹുവേ. ഖുദ്സിന്റെ മോചനത്തിന് വേണ്ടി ജീവൻ അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളെ ഫലസ്തീനിലെ മക്കളെ നീ സഹായിക്കണേ അല്ലാഹുവേ. നാളെ ആശ്വതാക്കളുടെ കൂടെ സ്വർഗത്തിലൊന്ന് കിടക്കാൻ നീ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്.